ഈ മണിക്കൂർ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ലെബനനിൽ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ തകർത്തെറിഞ്ഞത് 472 ആളുകൾ എന്ന രീതിയിൽ വാർത്ത വരുന്നു. മാത്രമല്ല, അത് 500 കടന്നുവെന്നും വാർത്തകൾ വരുന്നുണ്ട്. ഒരുപാട് ആളുകൾ, കുട്ടികൾക്കും അമ്മമാർക്കും ഒക്കെ പരിക്കേറ്റു. പല ആളുകളും മരിച്ചു. 1300-ലേറെ കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്ന രീതിയിൽ ഇസ്രയേൽ പറയുന്നു. അമേരിക്കൻ സൈന്യം പശ്ചിമേഷ്യയിൽ വരും എന്ന രീതിയിലും വാർത്തകൾ വരുമ്പോൾ പി ജെയിംസ് ഈ വിദേശ വാർത്തകളെ അപകീർത്തിക്കാൻ നമുക്കൊപ്പം ചേരുന്നു. പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ലെബനിൽ നിന്നുള്ള ദൃശ്യങ്ങളിൽ വംശഹത്യയുടെ സ്വഭാവമുള്ളതാണ്. ഇങ്ങനെ മനുഷ്യരെ കൊന്നൊടുക്കുന്ന യുദ്ധം ആർക്കു വേണ്ടി എന്ന ചോദ്യം ബാക്കിയാവുന്നു. പി ജെയിംസ്. ഞാൻ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ലെബനീസ് താഴ്വരകളിൽ, ലെബനിൻ്റെ പല ഭാഗങ്ങളിൽ, ബെയ്റൂട്ട് അടക്കമുള്ള പ്രദേശങ്ങളിൽ 100 കണക്കിന് ഇസ്രായേലിൻ്റെ ബോംബർ വിമാനങ്ങൾ തീ തുപ്പുകയാണ്. ഒരുപാട് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഔദ്യോഗിക കണക്ക് മാത്രമാണ് 492. മരണസംഖ്യ ഒരുപാട് കൂടിയിരിക്കുന്നു, 500-ൽ കവിഞ്ഞിരിക്കുന്നു. വല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരുപക്ഷെ യുദ്ധത്തിൻ്റെ തന്ത്രമായിട്ട് വന്നിരിക്കുന്നത് ആദ്യ ദിവസങ്ങളിൽ അവർ വല്ലാത്ത രീതിയിലുള്ള വ്യോമാക്രമണം നടത്തുന്നു. അതിന് പിറകെ കരയുദ്ധത്തിലേക്കാണ് പോകുന്നത്. ഇസ്രായേൽ ലെബനൻ്റെ അതിർത്തി കടന്ന് അവർ കരയുദ്ധമായി സൈനികരുമായിട്ട് മുന്നോട്ട് പോകാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. ഇതേക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആൻ്റോണിയോ ഗുട്ടറസ് രംഗത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഭീതിപ്പെടുന്നു, അല്ലെങ്കിൽ എനിക്ക് ആശങ്കയുണ്ട്. ഈ യുദ്ധം ഗസയിലേതുപോലെ ലെബനും മാറുകയാണ്. യുദ്ധം നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. നിരവധി പേർ കൊല്ലപ്പെടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ഇപ്പോൾ തന്നെ 500-ലേറെ മരണസംഖ്യ ഒറ്റ ദിവസം കൊണ്ടാണ്. ഇതിനു മുമ്പ് ഇതുപോലൊരു യുദ്ധം ഉണ്ടായത് 2006-ലാണ്. അത് 34 ദിവസത്തെ യുദ്ധമായിരുന്നു. അതിന് 34 ദിവസത്തിനുള്ളിൽ കൊല്ലപ്പെട്ടത് 1100 പേരാണ്. അതിൻ്റെ ഏതാണ്ട് പകുതിയോളം പേർ ഒറ്റ ദിവസം തന്നെ കൊല്ലപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ യുദ്ധത്തിൻ്റെ മാരകാവസ്ഥ വളരെ ഭീതിതമാണ്. എന്ന് മാത്രമല്ല, 2006-ൽ യുദ്ധം നടന്നപ്പോൾ ഡ്രോണുകളും അതുപോലെ തന്നെ ജെറ്റ് വിമാനങ്ങളുമായിട്ട് ലെബനനിൽ ടെററൈസ് ചെയ്യായിരുന്നു ഇസ്രായേൽ. അന്ന് യഥാർത്ഥത്തിൽ മൃതദേഹങ്ങൾ തന്നെ മാറ്റാൻ കഴിഞ്ഞിരുന്നില്ല. ഈ റെഫ്രിജറേറ്റർ പോലെ ട്രക്കുകളിൽ മൃതശരീരങ്ങൾ സൂക്ഷിക്കുകയായിരുന്നു. പിന്നീട് യുദ്ധം കഴിഞ്ഞ ശേഷമാണ് 1100 പേരുടെ മൃതശരീരങ്ങൾ മറവ് ചെയ്യാൻ കഴിഞ്ഞത്. ആ തരത്തിലേക്ക് യുദ്ധം പോവുകയാണ്. അതിനിടയിൽ ബെഞ്ചമിൻ നെതന്യാഹു, ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി, അദ്ദേഹം ഇറക്കിയ ഒരു ലീഫ്ലെറ്റും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സന്ദേശവും ലെബനനിൽ പരക്കുന്നുണ്ട്. അവിടുത്തെ സാധാരണക്കാരോട് വീട് വിട്ട് നിങ്ങൾ പൊയ്ക്കൊള്ളൂ, ഞങ്ങൾ യുദ്ധം കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു വരാം, ഞങ്ങൾ ഹെസ്ബുള്ളക്കെതിരെ പരസ്യമായി യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്, നിങ്ങൾ ജീവനം കൊണ്ട് പൊയ്ക്കൊള്ളൂ. 1 ലക്ഷത്തിലേറെ പേരാണ് ഈ മെസ്സേജ് കിട്ടിയതിന് ശേഷം അവരൊക്കെ വീട് വിട്ട് ഓടുകയാണ്. കാരണം ആ ഹെസ്ബുള്ളയുടെ സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞ് ആക്രമിക്കുന്ന സ്ഥലങ്ങളുടെ പേരുകൾ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മണിക്കൂറുകളിൽ 1300 ലൊക്കേഷൻ, ഇപ്പോൾ 1600-ലേറെ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ബോംബിട്ടു. തിരിച്ച് ഹെസ്ബുള്ള 100-ലേറെ റോക്കറ്റുകൾ വടക്കൻ ഇസ്രായേലിലേക്ക് തൊടുത്തിട്ടുണ്ട്. അവിടെയും ആൾനാശമുണ്ടായിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നാശം സംഭവിച്ചിട്ടുണ്ട്. ഈ അവസ്ഥയിലാണ് വലിയ രീതിയിലുള്ള ഒരു യുദ്ധത്തിലേക്ക്, കരയുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ടാങ്കുകൾ അടുത്ത ദിവസങ്ങളിൽ ലെവലിലേക്ക് ഉയരും. അപ്പോൾ അതുകൊണ്ട് ആ തരത്തിലേക്കുള്ള യുദ്ധം മുന്നോട്ട് പോകുന്നതിന് എതിരെ പലരും രംഗത്ത് വന്നിട്ടുണ്ട്. ജെയിംസ്, ഈ അമേരിക്കൻ സൈന്യം പശ്ചിമേഷ്യയിലേക്ക് വരുന്നു, ഇനി അവരുടെ വരാത്തതിൻ്റെ കുറവേ ഉള്ളൂ എന്ന ആൾക്കാർ ഇപ്പോൾ പറയുന്നുണ്ടാകും. അതിൻ്റെ വാർത്തകൾ എന്താണ്? എന്തായിരിക്കും ഈ ഒരു കപ്പൽപ്പട അങ്ങോട്ട് അയക്കാനുള്ള ഈ അമേരിക്കയുടെ ശ്രമം? ഹമാസുമായിട്ടുള്ള യുദ്ധം നടക്കുമ്പോഴും ഹെസ്ബുള്ളയായിട്ടുള്ള യുദ്ധം നടക്കുമ്പോഴും ഒരു കാര്യം വ്യക്തമാണ്, ഇതിൻ്റെ പിറകിലുള്ളത് ഇറാനാണ്. ഇറാൻ ഏഷ്യയിലെ വലിയൊരു സൈനിക ശക്തിയാണ്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഒരു നേരിട്ട് തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്നാണ് അമേരിക്ക വിലയിരുത്തുന്നത്. അപ്പോൾ അങ്ങനെ യുദ്ധം ഉണ്ടായാൽ ഇറാൻ ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ ഒപ്പം സൈനിക ശേഷിയുള്ള, അതിനേക്കാൾ കൂടുതൽ സൈനിക ശേഷിയുള്ള രാഷ്ട്രമാണ്. പക്ഷേ തന്ത്രങ്ങളിൽ ഇസ്രായേൽ എന്നും ഒരു പടി മുന്നിലാണ്, മുൻപേ പറക്കുന്ന പക്ഷിയാണ്. ഇപ്പോൾ തന്നെ നോക്കുക, വാക്കി ടോക്കി, അതിനു മുമ്പ് പേജർ കഴിഞ്ഞ് അവിടുത്തെ സ്ഫോടനം നടന്ന് ഒരുപാട് പേർ കൊല്ലപ്പെട്ടതിന് ശേഷമാണ് വാക്കി ടോക്കി സംസ്കാര ചടങ്ങിൽ അവർ 40 പേർ കൊല്ലപ്പെട്ടു. അതിന് പിറകെ 100 കണക്കിന് വിമാനങ്ങൾ ഇത് നടത്തി. ഇങ്ങനെ തന്ത്രപരമായി ഇനി കരയുദ്ധത്തിലേക്ക് പോകുന്നു. ഉടനെ ഇനി ഇറാൻ ഈ യുദ്ധത്തിന് ഇറങ്ങുമെന്ന് അവർ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ ഇസ്രായേലിന് സമീപത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ചില യുദ്ധക്കപ്പലുകൾ അവിടെയുണ്ട്. USS തിയോഡർ റൂസ്വെൽറ്റ് അടക്കമുള്ള കപ്പലുകൾ ഇവിടെ
തമ്പടിച്ച് വിമാനവാഹിനികളുമായിട്ട് നിൽക്കുന്നു. ഒരുപക്ഷെ അത് ഇസ്രായേലിന് തന്നെയുള്ള പിന്തുണയാണ്. ഇറാൻ യുദ്ധരംഗത്തിറങ്ങിയാൽ അമേരിക്ക യുദ്ധരംഗത്തിറങ്ങും. അങ്ങനെ വന്നാൽ ഇറാന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുന്നത് റഷ്യയാണ്. ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യ എടുത്ത് ഉപയോഗിക്കുന്ന ഷഹേദ് ഡ്രോണുകൾ ഇറാനിൽ നിന്ന് ലഭിച്ചതാണ്. ചൈനയും ഇറാന് വലിയ പിന്തുണയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നതാണ്. കാരണം ഓൾ ഔട്ട് വാറിലേക്ക് പോകരുത് എന്നാണിത്. പല രാജ്യങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട്. അറബ് രാജ്യങ്ങൾ യുദ്ധത്തിനെതിരെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ ലെബനൻ ആക്രമണത്തിനെതിരെ അതിശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് പശ്ചിമേഷ്യ വല്ലാത്ത രീതിയിലേക്ക് പോകുമോ എന്ന ആശങ്ക പൊതുവെ പരക്കുന്നുണ്ട്. എസ് കെ എൻ. ജെയിംസ് ഇനി നാളെയും വരണം കേട്ടോ. പി ജെയിംസ്, താങ്ക് യു.